ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അനുപമ പരമേശ്വരന്റെ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നി നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരാമെന്ന്. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന ഒരാൾ, നിങ്ങളുടെ ഫീലിങ്സിനെ വില കുറച്ച് കാണുന്ന ഒരാൾ, എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങളെ ഉത്തരവാദിയാക്കുന്ന ഒരാൾ, നിങ്ങൾ എന്ത് ചെയ്താലും നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഒരാളോടൊപ്പം ജീവിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും പ്രശ്നം എന്റെ ആയിരിക്കുമോ? അല്ലായിരിക്കും. പക്ഷേ നാർസിസിസ്റ്റിക് ട്രെയ്റ്റ്സ് ഉള്ള ഒരാളുടെ ഇമോഷണൽ മാനിപ്പുലേഷൻ അനുഭവിക്കുന്നവർക്ക് സ്വന്തം ഡിസിഷൻസിനെയും സ്വന്തം കഴിവുകളെയും കുറിച്ച് സംശയം തോന്നുന്നത് നാച്ചുറൽ. ഒരു നാർസിസിസ്റ്റിക് വ്യക്തിയിൽ നിന്ന് ഇമോഷണലി പ്രാക്ടിക്കലി എങ്ങനെ നിങ്ങളെ സ്വയം രക്ഷിക്കാമെന്നുള്ളതാണ്. ആദ്യം എന്താണെന്ന് വെച്ചാല് ആ ഒരു പ്രശ്നത്തിനെ തിരിച്ചറിയാന്നുള്ളതാണ്. ഒരു വ്യക്തി ഒരിക്കൽ സെൽഫിഷ് ആയിട്ട് പെരുമാറിയത് കൊണ്ട് മാത്രം അയാൾ നാർസിസിസ്റ്റ് ആവുന്നില്ല കേട്ടോ. ആ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങളെ നിരന്തരം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുക, നിങ്ങളുടെ ഫീലിങ്സിനെ നിഷേധിക്കുക, എല്ലാ കുറ്റവും നിങ്ങളിൽ ചുമത്തുക, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ ബൗണ്ടറീസിനെ മാനിക്കാതിരിക്കുക, സ്നേഹം ചിലപ്പോഴൊക്കെ റിവാർഡായിട്ടും ചിലപ്പോഴൊക്കെ പണിഷ്മെന്റ് ആയിട്ടും ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള പാറ്റേൺസ് ആണെങ്കിൽ അത് സീരിയസ് ആയിട്ട് കണ്ടോളുക. ഓക്കെ, ഇനി രണ്ടാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല് അയാളെ എങ്ങനെ മാറ്റാം എന്നുള്ള ചിന്തയാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ സ്നേഹം കൊണ്ട് മറ്റൊരാളെ മാറ്റാൻ നിങ്ങൾക്ക് എപ്പോഴും ഒന്നും കഴിയണമെന്നില്ല. ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവോ? ഞാൻ എല്ലാം ഒന്ന് സഹിച്ചാൽ ശരിയാവോ? ഞാൻ കൂടുതൽ സ്നേഹം കൊടുത്താൽ ശരിയാവോ? അയാൾ എന്നെ ഒരിക്കലെങ്കിലും മനസ്സിലാക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എന്ന് കരുതി വർഷങ്ങളോളം ഒരു അൺഹെൽതി റിലേഷൻഷിപ്പിൽ ഇപ്പോഴും തുടരുന്നവരുണ്ട്. മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ ആ വ്യക്തിയുടെ പെരുമാറ്റം അംഗീകരിക്കുകയും സഹായം തേടുകയും ഒരു മാറ്റത്തിനായിട്ട് പ്രവർത്തിക്കുകയും വേണമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ ജോലി അയാളെ രക്ഷിക്കുക എന്നുള്ളതല്ല, അയാളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ബൗണ്ടറീസിനെ ഉറപ്പിച്ചു നിർത്തുക. നാർസിസിസ്റ്റിക് ബിഹേവിയറിനെ നേരിടുമ്പോൾ ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൗണ്ടറി എന്ന് പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിയമമല്ല, നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ ഞാൻ അനുവദിക്കും എന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ്. മനസ്സിലായോ? എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്നോട് ഷൗട്ടിങ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ കോൺവെർസേഷൻ തുടരില്ല. എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കില്ല. എന്റെ പേഴ്സണൽ ഡിസിഷൻ ഞാൻ തന്നെ എടുക്കും. ഈ ബൗണ്ടറീസ് എല്ലാം പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സ്വഭാവം നമ്മൾ സഹിക്കുകയാണെങ്കിൽ ആ ബൗണ്ടറിക്ക് ശക്തി കുറയും കേട്ടോ. അത് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ബൗണ്ടറി പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കോൺസിക്വൻസസ് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതുകൊണ്ട് ബൗണ്ടറിക്കൊപ്പം കോൺസിക്വൻസ് കൂടെ വേണം. അടുത്തത്, നിങ്ങളുടെ അടുത്ത് പറയുന്ന ഓരോ ആരോപണത്തിനും വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ല. നാർസിസിസ്റ്റിക് മാനിപ്പുലേഷൻ അനുഭവിക്കുന്നവര് പലപ്പോഴും ഒരു വലിയ ട്രാപ്പിലാണ് വീഴുക. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, എന്തുകൊണ്ടെന്ന് അറിയോ ഞാൻ അങ്ങനെ ചെയ്തത്, ഒന്ന് കേൾക്കൂ, എനിക്ക് ശരിക്കും അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല എന്ന് മണിക്കൂറുകളോളം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ആരോപണം നടത്തുന്ന ഓരോ കാര്യത്തിനും നിങ്ങളൊരു കോർട്ട് റൂം പോലെ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസ്പോൺസ് മാത്രം മതി. നിങ്ങളുടെ അഭിപ്രായമാണ്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയില്ലെങ്കിൽ ഇപ്പോൾ ഈ സംഭാഷണം തുടരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഇമോഷണൽ ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളതാണ്. ഒരു നാർസിസിസ്റ്റിക് പേഴ്സൺ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ട് പ്രതികരിച്ചാൽ കോൺഫ്ലിക്റ്റ് കൂടുതൽ അത് വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ഒരു റിപ്ലൈ കൊടുക്കണമെന്നില്ല. ശ്വാസം എടുക്കുക, ചിന്തിക്കുക, പിന്നെ സംസാരിക്കുക. നിങ്ങളുടെ ഓരോ ഇമോഷനും മറ്റൊരാളുടെ കൺട്രോളിലാവാൻ ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കരുത്. ഈ മാനിപ്പുലേഷൻ സ്വന്തമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ മാനിപ്പുലേഷൻ അനുഭവിക്കുമ്പോൾ ഒരാൾക്ക് സ്വന്തം മെമ്മറിയെ പോലും സംശയിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാനാണോ ഇനി തെറ്റായിട്ട് ഇതൊക്കെ ഓർക്കണത്, ഞാനാണോ ഓവർ ആക്ട് ചെയ്യുന്നത്, ഇനി എനിക്ക് തന്നെയാണോ പ്രശ്നം, ഇങ്ങനെ ചിന്തിക്കാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുന്നത്
വളരെയധികം ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് സീരിയസ് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ എഗ്രിമെന്റ്സ് എല്ലാം തന്നെ കുറിച്ചു വെക്കുക. ഓക്കെ, എന്താണ് സംഭവിച്ചതെന്ന് ഒബ്ജക്റ്റീവായി രേഖപ്പെടുത്തി വെക്കുക റെക്കോർഡിക്കലി. ഇത് നിങ്ങളുടെ സ്വന്തം ക്ലാരിറ്റി നിലനിർത്താൻ സഹായിക്കുന്ന കാര്യമാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം നഷ്ടപ്പെടുത്താൻ പാടില്ല. നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ കൺട്രോളിംഗ് റിലേഷൻഷിപ്പുകളിൽ ചിലപ്പോൾ വ്യക്തിയെ ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഗ്രാജുവലി അകറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഈസ് വെരി ഡേഞ്ചറസ്. നിങ്ങളെ മനസ്സിലാക്കുന്ന ട്രസ്റ്റ് വർത്തിയായ ഒരാളെങ്കിലും ഉണ്ടാവണം. അതൊരു പക്ഷെ ഒരു ഫ്രണ്ട് ആവാം, ഒരു ഫാമിലി മെമ്പർ ആവാം, ഒരു കൗൺസിലർ ആവാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ ഒരു വ്യക്തിയും ആകാം. ഓക്കെ, ഐസൊലേഷൻ ആണ് മാനിപ്പുലേഷന്റെ വലിയ സഹായികളിൽ ഒന്നെന്ന് പറയാം. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ, കഴിയുന്നിടത്ത് എന്താണ് ചെയ്യുന്നത്? സ്വന്തം ബാങ്ക് അക്കൗണ്ട്, പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, പിന്നെ എമർജൻസി കോണ്ടാക്ട്സ് ഇതെല്ലാം സുരക്ഷിതമായി കയ്യിൽ വെക്കുക. പ്രത്യേകിച്ച് പാർട്ട്ണർ കൺട്രോളിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, അബ്യൂസീവ് ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് പ്ലാൻ വളരെ കെയർഫുൾ ആയിട്ട് തയ്യാറാക്കുക. ഓക്കെ, പിന്നെന്താ വെച്ചാല് നോ കോണ്ടാക്ട് എല്ലായ്പ്പോഴും സാധ്യമാവണം എന്നില്ല കേട്ടോ. നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് പൂർണ്ണമായി അവസാനിപ്പിച്ച് നോ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. കുട്ടികളുണ്ടാവാം, മാരേജ് ആയിരിക്കാം, വർക്ക് പ്ലേസ് ഒരേ സ്ഥലത്ത് തന്നെ ആവാം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം. അപ്പോൾ ലോ കോണ്ടാക്ട് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സംസാരം ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുക. ഓക്കെ, ഇമോഷണൽ ആർഗ്യുമെന്റ്സിനെ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി വേറൊന്ന് നിങ്ങൾ അറിയേണ്ടത്, പുറത്തു കിടക്കുക എന്നുള്ളത് ഒരു പരാജയമല്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. ഒരു റിലേഷൻഷിപ്പ് വിട്ടു പോകുമ്പോൾ നമുക്ക് ചിലരെങ്കിലും നമ്മൾ ചിന്തിക്കും, ഞാൻ ഫെയിലിയർ ആയോ? ഇല്ല. ഒരു അൺഹെൽതി റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നത് പലപ്പോഴും സെൽഫ് റെസ്പെക്റ്റിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. വർഷങ്ങളായിട്ട് നിങ്ങളെ മെന്റലി ഡ്രെയിൻ ചെയ്യുന്ന ഒരു ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് സെൽഫിഷ്നെസ് അല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, പക്ഷെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ആ വ്യക്തി നിങ്ങളെ ത്രട്ടൺ ചെയ്യുകയോ ഫിസിക്കൽ വയലൻസ് നടത്തുകയോ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഡേഞ്ചർ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കോൺസെൻട്രേഷൻ നടത്താൻ പാടില്ല. വിശ്വസനീയരായിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് തേടുക. ആവശ്യമായാൽ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലോ അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷണലോ അല്ലെങ്കിൽ ലോക്കൽ സപ്പോർട്ട് സർവീസ് സഹായം തേടുക. ഓക്കെ, അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾക്ക് മറ്റൊരാളുടെ പേഴ്സണാലിറ്റി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അവരുടെ ബിഹേവിയർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ അതിനോട് തന്നെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അവരുടെ അപ്രൂവൽ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കഴിയില്ല, പക്ഷെ നിങ്ങളുടെ സെൽഫ് വർത്ത് മറ്റൊരാളുടെ അപ്രൂവലിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങളെ നിരന്തരം തകർക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ ജീവിതം മുഴുവൻ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എടുക്കുക, ബൗണ്ടറി സ്ഥാപിക്കുക, സപ്പോർട്ട് തേടുക, സ്വന്തം സാമ്പത്തികവും ഇമോഷണലുമായ ശക്തി വീണ്ടെടുക്കുക. ഓക്കെ, ഒന്നോർത്തോളൂ, ഒരാളെ നഷ്ടപ്പെടുന്നതിനേക്കാൾ അപകടകരമാണ് ആ ഒരാളെ നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളുടെ സമാധാനം വിലപ്പെട്ടതാണെന്ന് അറിയുക, നിങ്ങളുടെ ഡിഗ്നിറ്റി വിലപ്പെട്ടതാണെന്ന് അറിയുക, നിങ്ങളും വിലപ്പെട്ടതാണ്. ഓക്കെ, see you in the next video. Till then, take care and bye bye. Stay safe.